നമസ്കാരം. ഫിനാൻസ് ആക്ട് 2021 കൊണ്ടുവന്ന ഒരു ഭേദഗതിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സെക്ഷൻ 43BH ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഒരു പുതിയ ഇൻട്രക്ഷനാണ്. ഇത് പ്രകാരം MSME ആക്ടിലുള്ള ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ട ഡേറ്റുകളും പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും 43B ഇൻകം ടാക്സ് പ്രകാരമുള്ള സെക്ഷനാണ്. അത് പ്രകാരം ഒരു കറണ്ട് ഇയറിലെ എക്സ്പെൻഡിച്ചർ നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ സമയമുണ്ട്. ആ ഇയർ പേയ്മെന്റ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ സെക്ഷൻ 139(1) പ്രകാരം, അതായത് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുള്ള കേസുകളിൽ നമ്മൾ ഒക്ടോബർ 31 വരെ ടൈമുണ്ട്. അതിനുള്ളിൽ പേയ്മെന്റ് നടത്തിയാൽ പോലും നമ്മൾ പ്രീവിയസ് ഇയറിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് അലവ് ചെയ്തിട്ട് സാധാരണ രീതിയിൽ നമുക്ക് ബാലൻസ് ടാക്സ് അടച്ചാൽ മതി. പക്ഷെ അത് നടന്നിട്ടില്ല, ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് അടുത്ത ഇയർ ഓഫ് പേയ്മെന്റിൽ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലവ് ചെയ്യുള്ളൂ. കറണ്ട് ഇയറിൽ അത് എന്ത് ചെയ്യും, ആഡ് ബാക്ക് ചെയ്യും. നമ്മുടെ പ്രോഫിറ്റിൻ്റെ കൂടെ അതോടെ ആഡ് ബാക്ക് ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് നെക്സ്റ്റ് ഇയർ എന്നിട്ട് അത് അലവ് ചെയ്ത് കിട്ടും. ഈ MSME ആക്ട് പ്രകാരം, MSME ആക്ട് എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് 2006 ആണ്. ഇത് പ്രകാരം ഡ്യൂ ഡേറ്റുകൾ ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് പ്രകാരം നമ്മൾക്കൊരു ബയർക്ക് ചിലർ കൊടുക്കേണ്ട പേയ്മെന്റ്, അത് സർവീസ് റെൻഡർ ചെയ്യുന്നവർക്ക് ഇത് തന്നെയാണ്. അവർക്ക് 15 days ആണ്. ഒന്ന് സാധനം കിട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സർവീസ് കിട്ടിയതിന് ശേഷം 15 daysനുള്ളിൽ പേയ്മെന്റ് നടത്തിയിരിക്കണം. അത് നടത്താൻ പറ്റില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊണ്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാം. ഒരു എഗ്രിമെന്റിന്റെ മാക്സിമം കാലാവധി എന്ന് പറഞ്ഞാൽ 45 ദിവസമാണ്. 45 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തിയിരിക്കണം. ഒരു ബയറും സെല്ലറുടെ എഗ്രിമെന്റ് ഉണ്ട് എങ്കിൽ പേയ്മെന്റ് കൊടുക്കാൻ 45 ദിവസം നമുക്ക് സമയം കിട്ടും. അതിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്ക് റേറ്റിന് 3 ഇരട്ടിയാണ്. അത് തന്നെയുമല്ല, ഈ കൊടുക്കുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് ഇൻകം ടാക്സ് ഡിസൽവ് ചെയ്യും. സെക്ഷൻ 37 പ്രകാരം ഡിസൽവ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കൊടുത്ത ആക്ച്വൽ പേയ്മെന്റും ഡിസൽവ് ചെയ്യും. ഡിസൽവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിലൂടെ അതോടെ കൂട്ടും. ഈ പ്രോഫിറ്റിൻ്റെ കൂടെ ഇതോടെ കൂട്ടി അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും ഇങ്ങനെ ഡിലേ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് MSME എന്താണ്, ഇതിനകത്ത് മൈക്രോയിൽ എന്ത് വരും നമുക്ക് നോക്കാം. മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെന്റിലാണ് 1 കോടിയും ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു 5 കോടി വരെ ഉള്ള ആൾക്കാർക്കാണ് മൈക്രോ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് 10 കോടിയും ടേൺ ഓവർ 50 കോടിയിൽ താഴെ വരുന്ന സ്ഥാപനങ്ങളാണ്. അതിനകത്ത് മീഡിയം എന്റർപ്രൈസസ് ഇതിനകത്ത് ഈ 43BH കവർ ചെയ്യുന്നില്ല. MSME ആക്ട് എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ പേയ്മെന്റ് ഈ ഡ്യൂ ഡേറ്റിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഓരോ ബയേഴ്സും സെല്ലറോട് ചോദിക്കുക, അല്ലെങ്കിൽ സർവീസ് സെന്ററിനോട് ചോദിച്ച് വെൻഡറോട് ചോദിച്ചിട്ട് അവർ MSME രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം പേയ്മെന്റ് കൊടുക്കാനായിട്ട്. ഡിലേ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതൽ ടാക്സ് ലയബിലിറ്റി വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് ഇൻവോയ്സ് തന്നെ കാണിക്കാം MSME രജിസ്ട്രേഷൻ നമ്പറൂടെ. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അതായത് ഒരു സെല്ലർക്ക് MSME രജിസ്ട്രേഷൻ ഇതുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ ബയർക്ക് അത് കഴിഞ്ഞ് പേയ്മെന്റ് നടത്താൻ പറ്റും. ഇതാണ് പ്രത്യേകമായ ചേഞ്ചസ് വന്നിരിക്കുന്നത്. നന്ദി.